മീഡിയ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും വിമർശനവും ഒക്കെയാണ് ഞങ്ങളുടെ വിജയം. ഇനിയുള്ള യാത്രകളിലും അതുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ന്യൂസ് ആരംഭിക്കാം. MLA VK പ്രശാന്തിന് ചെക്ക് വച്ചിരിക്കുകയാണ് ശ്രീലേഖ IPS. അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ വലിയൊരു തിരിച്ചടിയായി MLA ഓഫീസ് മാത്രമല്ല മണ്ഡലത്തിൽ നിന്ന് തന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കും പ്രശാന്തിന് എന്നുള്ള സൂചനയാണ് ശ്രീലേഖ IPS നൽകിയിരിക്കുന്നത്. അതിനായി ഭാരതാംബയുടെ കൊടികുത്തി തന്നെ തുടക്കവും കുറിച്ചു. ഈ നീക്കങ്ങളിലൊക്കെ തന്നെ വിളറി പൂണ്ടിരിക്കുകയാണ് CPM. ശരിക്കും ഇതൊരു ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണോ? അതിന് പിന്നിൽ മറ്റു ചില അജണ്ടകളില്ലേ? ഇതൊക്കെ തന്നെ ഒരു പ്രാക്ടീസ് ഫോർമുല എന്ന രീതിയിൽ പ്രാവർത്തികമാക്കിയതാണോ? ശരിക്കുമുള്ള കളി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്കൊപ്പം ശബരിനാഥും അണിചേർന്നത്? അതൊരു BJP കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് ആരോപിക്കുന്ന രീതിയിലേക്ക് എത്തി. മറിച്ച് തികഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ശ്രീലേഖയും ശബരിനാഥും ശാസ്തമംഗലത്ത് നടത്തിയത്. അതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വാടകയുമായി ബന്ധപ്പെട്ട് 25,000 രൂപ അത് പ്രശാന്ത് എന്ത് ചെയ്യുകയായിരുന്നു? ലക്ഷങ്ങളുടെ അഴിമതി ആരോപണം തന്നെയാണ് ഈ വിവാദത്തിന് പിന്നാലെ VK പ്രശാന്തിന് മേൽ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതിൽ അതിവേഗ വിവരാവകാശ രേഖ അടക്കം പുറത്തുവിട്ടിരിക്കുന്നു. നിയമസഭ വിശദമായി തന്നെ കാണണം. VK പ്രശാന്ത് MLAയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനൊടുവിലാണ് MLAയുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്ന് BJP കൗൺസിലർ, ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ R ശ്രീലേഖ തന്റെ ഔദ്യോഗിക നിർവഹണം ആരംഭിച്ചിരിക്കുന്നത്. കൗൺസിലർ എന്ന നിലയിൽ ഓഫീസ് തുറന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ അറിയിച്ചു. മുറി എന്ന് പറയാൻ കഴിയാത്ത ഒരു ചെറിയ ഇടം, ഇങ്ങനെയാണ് ശ്രീലേഖ കുറിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ജനസേവയ്ക്ക് എവിടെയും പ്രവർത്തിക്കാം എന്നതിന് ഉദാഹരണമായി ഇത് മാറുമെന്നാണ് ശ്രീലേഖ പറയുന്നത്. ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി ആളുകൾ കാണാനെത്തി. 10-18ഓളം ആളുകളെത്തി. അവരെയൊക്കെ തന്നെ സഹായിച്ചതിലുള്ള തൃപ്തി ഉണ്ടെന്നും അത് മതിയെന്നുമാണ് ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് വിളക്ക് കൊളുത്തിയാണ് CPM MLAയുടെ തൊട്ടടുത്ത ഓഫീസിൽ തന്റെ പ്രവർത്തനം ശ്രീലേഖ ആരംഭിച്ചത്. അതിന്റെ ചിത്രങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത വിധം ഒരു വിഷയം CPM MLAയുടെ ഓഫീസിനുള്ളിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വച്ച് BJP വിളക്ക് കൊളുത്തി BJP കൗൺസിലർ തന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അടി തന്നെയാണ്. VK പ്രശാന്ത് ആ മുറി ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് പലരും കുറിക്കുന്നത്. കാരണം ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം. അപ്പോഴാണ് അത്രയധികം അസഹിഷ്ണുത സഹിച്ച BJP നേതാക്കൾക്ക് അടുത്തിരുന്ന CPM MLAയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. കഷ്ടിച്ച് 750 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തന്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസിന്റെ ചിത്രങ്ങളടക്കം ശ്രീലേഖ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നുണ്ട്. 2 ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീലേഖ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, തന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയതും മറ്റൊന്ന് ഓഫീസിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിമർശനവും. ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ വീഡിയോ ദൃശ്യമാണ് ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് പുറകെ ഓഫീസ് സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം അത് ശ്രീലേഖ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ശാസ്തമംഗലത്ത് അനുയോജ്യമായ ഒരിടത്ത് MLA ഓഫീസ് പ്രവർത്തിക്കുന്നു, അത് ഒഴിയണമെന്നൊരാവശ്യം ശ്രീലേഖ പ്രശാന്തുമായി വ്യക്തിപരമായി നടത്തിയത്. ഫോണിലൂടെ വിളിച്ച് സംസാരിച്ച് അതാണ് VK പ്രശാന്ത് വലിയ വിവാദമാക്കാൻ നോക്കിയത്. പക്ഷേ അത് വലിയ തിരിച്ചടിയായി അവർക്ക് തന്നെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് VK പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വട്ടിയൂർക്കാവ് ശാസ്തമംഗലത്തിനപ്പുറത്താണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ മേഖലയിൽ മണ്ഡലത്തിലുടനീളം സ്ഥലമുള്ളതാണ്. മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ എന്തിനാണ് ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് VK പ്രശാന്ത് ശാസ്തമംഗലത്ത് തന്നെ നിലയുറപ്പിക്കുന്നത്? ഇതല്ല എങ്കിൽ 2 മുറി MLA ഓഫീസിലുണ്ടല്ലോ, MLA ഹോസ്റ്റലിലുണ്ടല്ലോ, അവിടെ എന്തുകൊണ്ട് MLA ഓഫീസ് പ്രവർത്തിപ്പിച്ചുകൂടാ? വി മുരളീധരൻ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് 7 വർഷക്കാലം താനും ഇത്തരത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. MLA ഹോസ്റ്റൽ തന്നെയായിരുന്നു തന്റെ MLA ഓഫീസും. അനാവശ്യ ചെലവിലേക്ക് കടക്കേണ്ടതുണ്ടോ? MLAയെ കാണണമെങ്കിൽ ഉറപ്പായും ആളുകളെത്തും. ഇനി MLA മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും
ഉദിക്കുന്നില്ല. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖ ഫോണിലൂടെ പറഞ്ഞത്. ഉടനെ വേണ്ട, സമയമെടുത്ത് ആലോചിച്ച് മതിയെന്നും പറഞ്ഞിരുന്നു. പക്ഷേ വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത്, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് VK പ്രശാന്തിന്റെ ഭാഷ്യം. കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ്, അതല്ലാതെ നിങ്ങളല്ല എന്ന രീതിയിലാണ് പ്രശാന്തിന്റെ മറുപടി. കാലാവധി തീരാതെ ഒരു കാരണവശാലും താൻ ഇവിടെ നിന്ന് ഒഴിയില്ല എന്ന് വ്യക്തമാക്കി. എന്നിരുന്നാലും ഇപ്പോൾ ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ VK പ്രശാന്തിന്റെ വാടക ഇനത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകിയപ്പോൾ കെട്ടിടത്തിന്റെ 1 വർഷത്തെ വാടക കുടിശ്ശിക അത് MLA ഒറ്റയടിക്ക് അടച്ചു തീർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ വിവാദങ്ങൾ മുറുകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് MLA മാർക്ക് എത്ര രൂപയാണ് അലവൻസ് എന്ന രീതിയിൽ കിട്ടുന്നത്, അതായത് വെറും 872 രൂപ മാത്രമാണ് VK പ്രശാന്ത് കോർപ്പറേഷന് വാടക ഇനത്തിൽ കൊടുത്തത്. അത് കോർപ്പറേഷൻ നിശ്ചയിച്ചതാണ്, CPM ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് നിശ്ചയിച്ചതാണ്. MLAക്ക് അത് അത്രയും പൈസ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് MLAക്ക് നിശ്ചയിച്ച് നൽകിയതാണ്. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു മാസം 24,000 രൂപയോളം VK പ്രശാന്തിന്റെ പോക്കറ്റിലേക്ക് വീഴുന്നുണ്ട്. ഇത് കണക്ക് കൂട്ടിയാൽ ഏകദേശം 14 ലക്ഷത്തോളം രൂപ വരുമെന്നാണ് പറയുന്നത്. എന്നിട്ടും VK പ്രശാന്ത് ഇത്രത്തോളം ധാർഷ്ട്യം കാണിച്ചതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇവർ കരുതിയത് ഒരിക്കലും BJP അധികാരത്തിൽ വരില്ല, കോർപ്പറേഷൻ ഒരിക്കലും BJP പിടിക്കില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കള്ളത്തരമെല്ലാം ആരും പിടിക്കില്ല, മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ചെന്ന് ചൊറിഞ്ഞത് ശ്രീലേഖയാണ്. ശ്രീലേഖ വളരെ മാന്യമായി പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ പോലെ അവർ പെരുമാറി. അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് വഴക്കിനോ ബഹളത്തിനോ പ്രശ്നം ഉണ്ടാക്കാനോ താല്പര്യമില്ല. ഇത് നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്ന് മാറി തന്നാൽ മതി. ഇപ്പോഴേ മാറണമെന്നല്ല പറയുന്നത്, കാലാവധി കഴിയുമ്പോൾ മാറി തന്നാൽ മതി. പക്ഷേ പ്രശാന്ത് അത് വലിയ ആളാവാനായി മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നു. തന്നോട് ധാർഷ്ട്യവും അഹങ്കാരത്തോടെ പെരുമാറുന്നു. കാരണം ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് അവരെ കോർപ്പറേഷന്റെ ഭരണ CPM-ൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കിയത് എന്നുള്ളതാണ്. കാരണം ഈ VK പ്രശാന്ത് അടക്കം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ പാർട്ടി യോഗത്തിൽ കൃത്യമായി പറഞ്ഞതാണ്, ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ൽ ഇല്ലാതായത്. അപ്പോൾ അത്തരത്തിലൊരു നരേറ്റീവ് BJP-യുടെ ഒരു കൗൺസിലർക്കെതിരെ ഉണ്ടാക്കിയെടുത്താൽ BJP-ൽ നിന്ന് ആളുകൾ അകലും എന്ന് VK പ്രശാന്ത് വിചാരിച്ചു. പക്ഷേ ശ്രീലേഖയുടെ മാസ നീക്കത്തിൽ BJP-യിൽ നിന്ന് അകലുകയല്ല, അടുക്കുകയാണ് ആളുകൾ ചെയ്തത്. കാരണം ആളുകളൊക്കെ മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുകയാണ്. ഇത്രയും കള്ളത്തരവും ഇത്രയും അഴിമതിയുമാണോ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത്? എന്നിട്ട് പുറമേ നല്ലവനായി അഭിനയിച്ചുകൊണ്ട് 872 രൂപ കെട്ടിടത്തിന് കൊടുത്തിട്ട് ബാക്കി പണം മൊത്തവും ആളുകളുടെ നികുതി പണം മൊത്തവും കീശയിലാക്കി സ്വന്തം കുടുംബം പോറ്റിയാണോ ഇയാളുടെ ജോലി എന്നൊക്കെയുള്ള തരത്തിൽ ആളുകൾ പറഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ അടക്കം VK പ്രശാന്തിന്റെ പോസ്റ്റ് ഇട്ടുകൊണ്ട് മൂട്ടിൽ തീ പിടിച്ചതുപോലെയാണ് ഇയാളുടെ ഓട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ, അത് പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്, നിഷ്പക്ഷരായവരുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ VK പ്രശാന്തിന്റെ ഒരു എന്താ പറയുക, വളരെ സൗമ്യമുഖമുള്ള വളരെ അഴിമതിരഹിതമായ എന്നൊക്കെ വർണ്ണിച്ച് വന്ന VK പ്രശാന്തിന്റെ മുഖംമൂടി ശ്രീലേഖ IPS വലിച്ചൂരി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് സഹാക്കൾക്ക് ഇപ്പോൾ എന്ത് പറയണം? കാരണം ശ്രീലേഖ IPS-നെ എതിർക്കാനായി വന്നവരാരൊക്കെയാണ്? MP രാജേഷ്, V ശിവൻകുട്ടി, മറ്റ് മന്ത്രിമാരടക്കം, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമാണ് രംഗത്തത്. എന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് BJP-യിലെ DGP ആവാൻ ശ്രമിക്കരുത്, കോർപ്പറേഷന്റെ ഭരണം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കയറാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള പ്രകമ്പനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ രംഗത്തെത്തിയത്. പക്ഷേ അതൊക്കെ BJP ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കണക്കാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്തായാലും MLA എന്ന് പറയുന്നത് ഇനി 5-6 മാസം കൂടിയേ, 2-3 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിന്റെ കാര്യം എന്താകുമെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ തീരുമാനിക്കും. എത്രത്തോളം ജനങ്ങളെ കയ്യിട്ട് വാരി നികുതി പണം എടുത്ത VK പ്രശാന്ത് ഇനിയും വേണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തലസ്ഥാനത്തെ ജനങ്ങളാണ്.